Good morning, students. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഗ്രൂ വെൽഡിനെ കുറിച്ച് പഠിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫില്ലറ്റ് വെൽഡാണ്. ഓക്കെ, അപ്പം അതെന്താണെന്ന് നോക്കാം. Fillet weld is done for members which overlap each other. Okay, for such joints the critical stress is shear stress. അപ്പം ഇവിടുത്തെ കേസിൽ എന്താണ്, ഷിയർ സ്ട്രെസ് ആണ് ഉണ്ടാവുക. They are also subjected to direct stresses, but there are not much importance. Okay, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് യൂഷ്വലി കോൺകേവ് ഓർ കോൺവെക്സ് ഷേപ്ഡ് ഫില്ലറ്റ് വെൽഡ്സ് ആർ പ്രൊവൈഡഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി സിറ്റുവേഷൻ. ഓക്കെ, അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് കാണിച്ചു തന്നായിരുന്നു. ഇവിടെ നോക്കുക, കോൺകേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും, കോൺവെക്സ് ഇങ്ങനെ ബൾജ് ചെയ്തിട്ട്, മിട്ര എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ. ഓക്കെ, അടുത്ത സ്പെസിഫിക്കേഷനാണ് പറയുന്നത്. അതെന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തത് സൈസാണ്. ഓക്കെ, ദി നോമിനൽ സൈസ് ഓഫ് എ ഫില്ലറ്റ് വെൽഡ് ഈസ് ദി ഡയമെൻഷൻസ് ഓഫ് ഇറ്റ്സ് ലെഗ്. ദസ് ദി സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ഈസ് സ്പെസിഫൈഡ് ആസ് ദി മിനിമം ലെഗ് ലെങ്ത് ഓഫ് ദി വെൽഡ്. ഓക്കെ, അപ്പോൾ ലെഗ് സൈസും കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്, അത് നോക്കുക. കണ്ടില്ലേ, ഇങ്ങോട്ടുള്ള ലെഗ് സൈസ്. ഓക്കെ, the leg length is distance from root to the toe of the fillet weld. It is measured by the largest right angle triangle which can be inscribed within the weld. മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെ ഉള്ളിൽ ഉള്ള ഈ ഒരു പോർഷനാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്ത സ്പെസിഫിക്കേഷനിൽ പറയുന്നതാണ് മാക്സിമം സൈസ് ഓഫ് വെൽഡ് എന്നുള്ളത്. ഓക്കെ, അതിൽ പറയുന്നതാണ് ദി മാക്സിമം സൈസ് ഓഫ് വെൽഡ് ഈസ് എ ഫങ്ഷൻ ഓഫ് ദി തിക്നെസ് ഓഫ് തിന്നർ പാർട്ട് ജോയിൻറ്റഡ്. ഓക്കെ, നമ്മൾ ആ പ്ലേറ്റുമായിട്ട് ജോയിൻ ചെയ്യുന്ന തിന്നർ പാർട്ടും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ദി മാക്സിമം സൈസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ subtracting 1.5 mm from the thickness of thinner member to be jointed. ഓക്കെ, 1.5 mm കുറയ്ക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ പ്രോബ്ലം ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. Then for round toe of steel sections, the maximum size of the weld should not exceed 3/4 the thickness ratio at toe. ഓക്കെ, ദെൻ അടുത്തതാണ് എന്ത്, ഇഫക്റ്റീവ് ത്രോട്ട് തിക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പറയുന്നതാണ് ഇറ്റ് ഈസ് ദി ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ദി റൂട്ട് ഓഫ് ദി ഫില്ലറ്റ് വെൽഡ് ടു ദി ഫേസ് ഓഫ് ദി ഡയഗ്രമാറ്റിക് വെൽഡ് ലൈൻ ജോയിനിങ് ദി ടോസ്. ഓക്കെ, then the effective throat thickness should not be less than 3 mm. Also, it should not exceed 0.7 t or 1 t under special circumstances where t is the thickness of thinner plate of elements being welded. Okay, ഇത് തിയറിയാണ്. അപ്പം ഇത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കണം.
ദി ഇഫക്റ്റീവ് ത്രോഡ് തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു കെ ഇൻറ്റു സൈസ് ഓഫ് വെൽഡ് ആണ്. അതായത് കെ ഇൻറ്റു എസ്, കെ എസ്, വേർ എസ് ഈസ് ദി സൈസ് ഓഫ് വെൽഡ് ഇൻ mm. കെ ഈസ് എ കോൺസ്റ്റൻറ്റ്. വാല്യൂ ഓഫ് കെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ആംഗിൾ ബിറ്റ്വീൻ ദി ഫ്യൂഷൻ ഫേസസ്. ഓക്കെ, അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെ 0.707 ആണ് ഫോർ ആംഗിൾ 60 to 90 ഡിഗ്രി എന്ന് പറയുന്നത്. അത് കോഡിലും ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത് ആൻഡ് എൻ റിട്ടേൺസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ഇഫക്റ്റീവ് ലെങ്ത് ഈസ് ഈക്വൽ ടു ഓവറോൾ ലെങ്ത്, ആക്ച്വൽ ലെങ്ത് പ്രൊവൈഡഡ് -2 times വെൽഡ് സൈസ്. ഇത് ചെയ്താലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇൻ പ്രാക്ടീസ് the actual length of weld is made of the effective length plus 2 times weld size. Okay, the deduction is made to allow for craters to be formed at the ends of weld length. അതായത് ക്രേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഴികൾ പോകണുണ്ടാവും. അപ്പോൾ അതൊക്കെ അതിനൊക്കെ കൂടി എന്താ പറയുക വേണ്ടിയിട്ടാണ് ഉള്ള ഡിഡക്ഷൻ അതിൽ ചെയ്തിട്ടുണ്ടാവും. അടുത്തത് എൻഡ് റിട്ടേൺസ് ആർ മെയ്ഡ് ഈക്വൽ ടു ട്വൈസ് ദി സൈസ് ഓഫ് ദി വെൽഡ് ടു relieve the weld length from high stress concentrations at their ends, and it's particularly important on the tension ends of the points carrying bending loads. അതായത് ഈ എൻഡ് റിട്ടേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്ലേറ്റിൽ വേറെ ഒന്ന് ഫില്ലറ്റ് വെൽഡ് ഇവിടെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഉറപ്പിക്കണം എന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളിവിടെ ഒരു ഫില്ലറ്റ് വെൽഡ് ചെയ്യുന്ന ടൈമിന് ഈ കോർണറിൽ എത്തുമ്പോൾ എന്താക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ ഒഴിവാക്കാൻ ഇവിടം വരെ പോകണം എന്ന്. അതായത് കുറച്ചും കൂടി ആ കോർണർ കംപ്ലീറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടി ഇങ്ങോട്ട് വിടുക. ഓക്കെ, അങ്ങനെ ചെയ്യണം. അപ്പോൾ അതാണ് അതിൽ പറഞ്ഞത്. ദി ആക്ച്വൽ ലെങ്ത് ഓഫ് ദി വെൽഡ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 4 times സൈസ് ഓഫ് ദി വെൽഡ്. ഓക്കെ, ഇതിലുള്ള സ്പെസിഫിക്കേഷൻസ് ആണ്. ഇതിങ്ങനെ പഠിക്കില്ലാതെ വേറെ നിവൃത്തിയില്ല. ഇനി ഇഫക്റ്റീവ് ഏരിയ. ഇഫക്റ്റീവ് ഏരിയ ഓഫ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത് ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡ് ഇൻറ്റു ത്രോഡ് തിക്നെസ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ഏരിയ കിട്ടി. അടുത്ത ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ ദി ഓവർലാപ്പ് ഓഫ് പ്ലേറ്റ്സ് ടു ബി ഫില്ലറ്റ് വെൽഡഡ് ഇൻ എ ലാപ്പ് ജോയിൻറ്റ് നോട്ട് ലെസ് ദാൻ 4 times thickness of thinner part of jointed or 40 mm. Okay, whichever is maximum. ഇതിൽ ഏതാണോ വലുത് അതെടുക്കുക. ഇതെന്താണെന്ന് മനസ്സിലായില്ലേ? 4 times the thickness of thinner. അതായത് ഇതിപ്പോൾ 2 പ്ലേറ്റ് കണ്ടിട്ടില്ലേ? ഇതിലിപ്പോൾ ഇത് തിന്നർ ആണെന്നുണ്ടെങ്കിൽ ഇത് ജോയിൻ ചെയ്യുമ്പോൾ ഈ ഓവർലാപ്പ് വരേണ്ടത് നമുക്ക് എത്രയെന്ന് വെച്ചാൽ ഈ തിന്നറിൻ്റെ 4 times അല്ലെങ്കിൽ 40 mm ഏതാണോ വലുത് അങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അടുത്തത് ഡിസൈൻ സ്ട്രെങ്ത്. ഡിസൈൻ സ്ട്രെസ് ഓഫ് ഫില്ലറ്റ് വെൽഡ് എന്ന് പറയുന്നത്
FWD ആണ് വെച്ചിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ FWD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ FWN ഡിവൈഡഡ് ബൈ ഗാമ MW ചെയ്യാം. അതിൽ ഈ FW എന്നാണ് എന്ത്, നോർമൽ സ്ട്രെങ്ത് ഓഫ് ഫില്ലറ്റ് വെൽഡ്. ഓക്കെ, അതാണെങ്കിൽ എന്താക്കാം, FU/√3 ചെയ്യാം. The design strength of fillet weld is based on throat area and is given by, അതാണ് ഈ കാണിക്കുന്നത്, PDW which is equal to LW into TT into FU divided by √3 into gamma MW. ഓക്കെ, അതിന് തന്നെ എങ്ങനെ എഴുതാം, LW into K into S, നേരത്തെ കോൺസ്റ്റൻറ്റും എന്ന് പറയുന്ന സൈസ് ഓഫ് വെൽഡ് ഇൻറ്റു FU ഡിവൈഡഡ് ബൈ √3 ഗാമ MW. ഓക്കെ, അത്രയും ചെയ്താൽ എന്തായി, ഡിസൈൻ സ്ട്രെങ്ത് കിട്ടി. അപ്പോൾ LW എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. LW എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫക്റ്റീവ് ലെങ്ത് ഓഫ് വെൽഡാണ് ഇൻ mm. TT എന്ന് പറയുന്നത് ത്രോട്ട് തിക്നെസ് ഇൻ mm. ദെൻ S എന്ന് പറയുന്നത് സൈസ് ഓഫ് വെൽഡ് mm-ൽ. FU എന്ന് പറയുന്നത് സ്മോളർ ഓഫ് ദി അൾട്ടിമേറ്റ് സ്ട്രെങ്ത് ഓഫ് വെൽഡ് ആൻഡ് പാരന്റ് മെറ്റൽ. എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്, Newton/mm². അടുത്ത PDW എന്ന് പറയുന്നത് ഡിസൈൻ സ്ട്രെങ്ത് ഓഫ് വെൽഡ് ആണ് ന്യൂട്ടണിൽ. ദെൻ ഗാമ MW എന്ന് പറയുന്നത് എന്താണ്, പാർഷ്യൽ സേഫ്റ്റി ഫാക്ടർ. 1.25 ഫോർ ഷോപ്പ് വെൽഡിങ്ങും 1.5 ഫോർ സൈഡ് വെൽഡിങ്. ഓക്കെ, അപ്പോൾ അത്ര അതിലുള്ളത്. പിന്നെ ചെറിയൊരു തിയറി ഉണ്ട്. അതായത് ഫില്ലറ്റ് വെൽഡ് അപ്ലൈഡ് ടു ദി എഡ്ജ് ഓഫ് പ്ലേറ്റ് സെക്ഷൻ. ഓക്കെ, for fillet welds applied to the square edge of a part, the specified size of the weld should be at least 1.5 mm less than the edge thickness in order to avoid washing down the exposed portion. അതായത് നമ്മളെ സ്ക്വയർ ആണെങ്കിൽ, സ്ക്വയർ എഡ്ജ് ആണെങ്കിൽ നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഇത് സ്ക്വയർ ആണെങ്കിൽ ഇങ്ങനെ കൂർത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് വെൽഡ് ചെയ്യുന്ന ടൈമിന് ടോപ്പ് പോർഷന് 1.5 mm എന്താക്കുക, മിനിമം വിടണം. എന്നിട്ട് വേണം ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇതെന്താവും, ഇത് ഇവിടെ ഇങ്ങനെ നിൽക്കൂല. ഓക്കെ, ഇത് ഇവിടുന്ന് ഒഴിവായി പോവും, അങ്ങനത്തെ ഒരു വിഷയം വരും. അതാണ് ഇതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. രണ്ട് പ്ലേറ്റ് കണ്ടില്ല, 1.5. അപ്പോൾ ഇവിടുത്തെ സൈസ് എന്ന് പറയുന്നത് ഈ തിക്നെസ് എന്ന് കണ്ടില്ലേ, -1.5 ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത കേസ് എന്ന് പറയുന്നത് ഫോർ ഫില്ലറ്റ് വെൽഡ്സ് അപ്ലൈഡ് ടു റൗണ്ട് ടോ ഓഫ് എ റോൾഡ് സെക്ഷൻ, then the specified size of the weld should not exceed 3/4 the thickness of the section at top. ഓക്കെ, അതായത് ഇപ്പോൾ ഇവിടുത്തെ കേസിലിപ്പോൾ റൗണ്ട് ടോ ആണ്, കണ്ടില്ലേ, കേവ് ആയിട്ട് ഇങ്ങനെയാണ് വന്നത്, സ്ക്വയർ അല്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ ചെയ്യുന്ന ടൈമിന്, ഇതിപ്പോൾ റോൾഡ് ആംഗിൾ സെക്ഷൻ ആണല്ലോ, ഇങ്ങനത്തെ കേസിൽ 3/4 ഓഫ് ദി തിക്നെസ് ഓഫ് ദി സെക്ഷൻ അറ്റ് ടോ. അപ്പോൾ അതാണ് ടോ. അപ്പോൾ ഇവിടുത്തെ ഇത് ഈ തിക്നെസ്സിൻ്റെ 3/4 ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്. ഇതിൽ കൂടാൻ പാടില്ല, അതിൻ്റെ മുകളിലോട്ട് കൂടാൻ പാടില്ല. ഓക്കെ, അതായത് 1/4 നമ്മൾ ബാക്കി വെച്ച് അവിടെ ടോപ്പിൽ നിന്ന് 1/4 തിക്നെസ് കേട്ടോ ബാക്കി വെച്ചിട്ട് 3/4 തിക്നെസ്സിൽ ചെയ്യാം.
അതായത് ദ സ്പെഷ്യൽ സൈസ് ഓഫ് ദി വെൽഡ് ഷുഡ് നോട്ട് എക്സീഡ് 3/4 T. ഓക്കെ, അത്രയും കാര്യമാണ് ഫില്ലറ്റ് വെൽഡിൻ്റെ നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. അപ്പോൾ ഗ്രൂ വെൽഡും പഠിച്ചു, നമ്മളിപ്പോൾ ഫില്ലറ്റ് വെൽഡും പഠിച്ചു. അതിൻ്റെ തിയറി നിങ്ങൾ നോക്കുക. ഫില്ലറ്റ് വെൽഡിൽ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ മുമ്പ് തന്നിട്ടുണ്ട്. തന്നിട്ടില്ല ഞാൻ ഇതിൻ്റെ കൂടെ ഇപ്പോൾ PDF അറ്റാച്ച് ചെയ്യും. അപ്പോൾ എന്താക്കുക, അതും കൂടി പഠിക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസൈൻ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ തിയറി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. എന്താണ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാലേ ഉള്ളത് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നേരത്തെ കാണിച്ചതിൻ്റെ റിലേഷനൊക്കെ ഇവിടെ ഉണ്ട്. FWD W/Γ/MW. പിന്നെ ഇതിൽ വേറെ പറയാനുള്ളത് നേരത്തെ പറഞ്ഞ കൺസെപ്റ്റ് ഇതാണ്. ഇതിൽ നല്ല ഫിഗറിലുണ്ട്. 1.2 ആകുമ്പോൾ 1.5 നമ്മൾ മുകളിൽ നിന്ന് ഗ്യാപ്പ് വിട്ട് റൗണ്ടായപ്പോൾ 3/4 ടോൻ്റെ T എടുത്തു. ഓക്കെ, അപ്പം ഇതൊക്കെ വായിക്കുക, എല്ലാവരും പഠിക്കുക. അപ്പം നമുക്ക് ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, താങ്ക് യു.